നമുക്കേ ഒരു പോസിറ്റീവ് കഥ ഞാൻ പറയട്ടെ. കാരണം നമുക്ക് എപ്പോഴും ഈ വാർത്തകളും ഈ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഒരു പോസിറ്റീവ് കഥ പറയാം. പഠിക്കാൻ പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുന്ന ആലപ്പുഴയിലെ അമ്പലപ്പുഴ സ്വദേശിയായ ഗോപിദാസിനെ നമുക്ക് പരിചയപ്പെടാം. ഈ ഗോപിദാസ് പഠിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കൂടിപ്പോയൊരു 50 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സ് അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ തെറ്റി. 79-ാം വയസ്സിലാണ് ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കാൻ ഗോപിദാസ് തയ്യാറെടുക്കുന്നത്. തുല്യതാ പരീക്ഷ എഴുതുന്നവരിൽ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പഠിതാവാണ് ഈ മുത്തച്ഛൻ. കാണാം വിശേഷങ്ങൾ. മലയാളവും ഇംഗ്ലീഷും എക്കണോമിക്സും സോഷ്യോളജിയും ഒക്കെയുണ്ട് പഠിക്കാൻ. വീട്ടിലെ മുറിയിൽ കൊച്ചുകുട്ടിയെപ്പോലെ ബുക്കുകളെല്ലാം അടുക്കി വെച്ച് കൃത്യമായ പഠനം. വർഷങ്ങൾക്ക് മുൻപ് 5ാം ക്ലാസ്സിൽ മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം വീണ്ടെടുക്കുകയാണ് 80-നോടടുക്കുന്ന പ്രായത്തിൽ ഗോപിദാസ്. എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു 10ാം ക്ലാസ്സുകാരനാകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് 10ാം ക്ലാസ് പാസ്സായെന്നാൽ ജോലി കിട്ടാനൊക്കെ പെട്ടെന്ന് എളുപ്പമാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായി കാണണമെന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. പണ്ട് സാധിക്കാതിരുന്നത് ഇപ്പോൾ നേടിയെടുക്കാനാണ് ഗോപിദാസിന്റെ തീരുമാനം. 2017-ൽ 7ാം തരം പാസ്സായി. തൊട്ടടുത്ത വർഷം 10ാം തരം തുല്യതാ കോഴ്സിൽ അഡ്മിഷൻ. കോവിഡ് കാലത്ത് വിദ്യാഭ്യാസം ഓൺലൈനായപ്പോൾ ഗോപിദാസും അതിനൊപ്പം കൂടി. 4 വിഷയങ്ങൾക്ക് A+ഉം മറ്റു വിഷയങ്ങൾക്ക് A ഗ്രേഡും നേടി ബാച്ചിലെ മിടുമിടുക്കനായി. ഇപ്പോൾ എഴുതുന്നതിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഇംഗ്ലീഷ് തന്നെ. കാരണം അതിൻ്റെ പരിമിതികൾ എനിക്കുള്ളത് കൊണ്ടാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അങ്ങോട്ട് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ക്ലാസ്സിൽ. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കൂടി പൂർത്തിയാക്കണമെന്ന ആഗ്രഹം മനസ്സിൽ കൂടിയതോടെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തു. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ കുഞ്ഞുപിള്ള സ്കൂളിൽ വെച്ചൊരു ആദരവ് വന്നായിരുന്നു. അന്ന് ജില്ലയിലെ ഏറ്റവും മുതിർന്ന പഠിതാവെന്നുള്ള രീതിയിൽ MLA ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ആദരവായിരുന്നു. അതിൻ്റെ ആദരവൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു അഭിപ്രായം, ചേട്ടൻ പഠിത്തം നിർത്തരുത്, +2 പാസ്സാകണം, +2 പാസ്സായി കഴിഞ്ഞാൽ വക്കീലാകാൻ പറ്റും എന്നിങ്ങനൊരു അഭിപ്രായം പറഞ്ഞു. ഞായറാഴ്ചകളിൽ അമ്പലപ്പുഴ KK കുഞ്ചുപിള്ള മെമ്മോറിയൽ സ്കൂളിലാണ് ക്ലാസ് ഉള്ളത്. മുടങ്ങാതെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യും. വീട്ടിലെത്തി വീണ്ടും പഠനം. സംശയമുള്ളത് കൊച്ചുമക്കളോട് ചോദിച്ചു മനസ്സിലാക്കും. എന്തുവാണോ പഠിക്കുന്നത് അത് ഞാൻ പറഞ്ഞു കൊടുക്കും. എനിക്കറിയാവുന്നത് മാത്രം പറഞ്ഞു കൊടുക്കും. അറിയാവുന്നത് ഒന്നിച്ചും പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ വാക്കും പറഞ്ഞു കൊടുക്കും. പണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചുവെങ്കിലും വായന തുടർന്നു. കയർ മേഖലയിലെ തൊഴിലും സംഘടനാ പ്രവർത്തനങ്ങളും വായന തുടരുന്നതിന് കൂടുതൽ പ്രചോദനമായി. ഹയർ സെക്കൻഡറി ഫലം വന്നതിനു ശേഷം വേണം തുടർ പഠനത്തെക്കുറിച്ച് ആലോചിക്കാൻ. നിയമം പഠിക്കണമെന്ന ആഗ്രഹം ബാക്കിയുണ്ട്. 80ാം വയസ്സിലെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ നിയമപുസ്തകവും ഗോപിദാസിന് അപ്രാപ്യമാകില്ല. ന്യൂസ് മലയാളം, ആലപ്പുഴ.